ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്നാം വട്ടവും നരേന്ദ്രമോദി എത്തുകയാണ്. 293 എന്നതായിരുന്നു NDAയുടെ ടോട്ടൽ സ്കോർ. അത് പക്ഷേ 303 എത്തിക്കാൻ അവർക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി സർക്കാർ രൂപീകരണത്തിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ NDA കടക്കുകയാണ്. എങ്ങനെയാണ് ഈ 303 എന്ന അംഗസംഖ്യയിലേക്ക് NDAക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് നോക്കാം. 303-ൽ 240 സീറ്റുകൾ BJPക്കാണ് ഏറ്റവും വലിയ കക്ഷി. TDP ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിക്ക് 16 അംഗങ്ങളുണ്ട്. JDU നിതീഷ് കുമാറിൻ്റെ JDU ചില അഭ്യൂഹങ്ങളൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും അതൊക്കെ കൃത്യമായി NDAക്ക് തന്നെ പിന്തുണ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 സീറ്റുകൾ. ഒപ്പം തന്നെ ശിവസേന ഷിൻഡെ വിഭാഗം 7 സീറ്റുകൾ. ലോക് ജനശക്തി പാർട്ടി 5 സീറ്റുകൾ ചിരാഗ് പസ്വാന്റെ. ഒപ്പം 2 സീറ്റുകൾ വീതമുള്ള രാഷ്ട്രീയ ലോക്ദൾ. ഒപ്പം JDS ജനതാദൾ സെക്യുലർ കർണാടകയിൽ നിന്നും. ജനസേന പാർട്ടി പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 21 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് 21-ലും ജയിച്ചു. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് 2-ലും ജയിച്ചു. അങ്ങനെ 100% സ്ട്രൈക്ക് റേറ്റുമായിട്ടാണ് പവൻ കല്യാണിൻ്റെ പാർട്ടിയും ഈ സർക്കാരിൻ്റെ ഭാഗമാകുന്നത്. ഒപ്പം തന്നെ ഓരോ അംഗങ്ങൾ വീതമുള്ള 7 പാർട്ടികളും നിലവിലെ NDA അലയൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 293 ആയത്. അതിൽ നിന്നും പ്ലസ് 10 കൂടി BJPയുടെ അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് വരുന്നത്. ശിരോമണി അകാലിദൾ അവർക്ക് ഒരു അംഗമാണുള്ളത്. നേരത്തെ അവർ NDAയുടെ ഭാഗമായിരുന്നു. ഈ കർഷക ബില്ലൊക്കെ വന്നപ്പോഴാണ് അവർ NDAയിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീണ്ടും അവർ NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒപ്പം 2 പാർട്ടികൾ കൂടി, ഓരോ അംഗങ്ങൾ വീതമുള്ള 2 പാർട്ടികൾ കൂടി NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്ലസ് 7 സ്വതന്ത്രരുടെ പിന്തുണ കൂടി. അതായത് അങ്ങനെ ആകെ നമുക്ക് 2 ഓരോ അംഗങ്ങൾ വീതം ഒപ്പം സ്വതന്ത്രനെയും കൂടെ ചേർത്താണ് നമ്മൾ അതേഴ്സിൽ 17 ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ 303 എന്ന അംഗസംഖ്യയിലേക്ക് എത്താൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. മിഷൻ 400 ആയിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട അവരുടെ ഒരു ആപ്തവാക്യമെങ്കിൽ മിഷൻ 300-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത്. ഇനിയും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ അംഗസംഖ്യ 303 എന്നത് ഉയർന്നേക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.